എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് ഇഷ്ടമെന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ മനസ്വിനിയുടെ വീടാണ്. മനസ്വിനി അടുത്ത കെണി ഒരുക്കുകയാണ്. അപ്പം ഇഷിതയാണ് ഈ കല്യാണം മുടക്കിയെന്നുള്ളതൊക്കെ ഇവർ ചുമ്മാ അങ്ങ് പറഞ്ഞുണ്ടാക്കുകയാണ്. പിന്നെ ആശുവിനെ നന്നായിട്ടങ്ങ് നല്ല രീതിയിൽ അങ്ങ് പറയുകയാണ്. ഈശ്വരും അതിന് സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പം അങ്ങനെ നിൻ്റെ ചേച്ചിയുടെ ഭാവി എൻ്റെ അനിയത്തിയുടെ ഭാവി ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ നമ്മുടെ മനസ്സിനെ ആശുവിനോട് പറയണം. അങ്ങനെ ആശു വിഷമിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ്. ആ സമയത്ത് ഈശ്വർ പറയുന്നു, നമ്മുടെ മാധവും ലയയും വരുന്നുണ്ട്, ഇനി എന്തൊക്കെയാവുമെന്ന് കണ്ടറിയാമെന്ന് പറയുന്നു. അവൻ വരട്ടെ, എന്നിട്ട് വേണം അവളുടെ ജീവിതവും കൂടെ ഇല്ലാതാക്കണം എനിക്കെന്നുള്ള രീതിയിൽ നമ്മുടെ ഈശ്വരനോട് മനസ്സിന് പറയുകയാണ്. അപ്പോൾ ഈശ്വർ പറയുന്നുണ്ട്, അത് അങ്ങനെ വേണ്ട, അവൾ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ മാധവന് ഇപ്പോഴും അവളിലൊക്കെ ഒരു കണ്ണുണ്ട്, അത് പിന്നെ അത് പ്രശ്നമാകും എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. പിന്നീട് നമ്മുടെ മഹേഷ് മഹേഷിൻ്റെ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അപ്പോഴത്തേനും ചിപ്പി വരുന്നു. ചിപ്പി ഇങ്ങനെ സംസാരിക്കുന്നു. അച്ഛൻ ബിനാദങ്ങളുടെ കല്യാണം മുടങ്ങിയല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, മോള് വിഷമിക്കേണ്ട, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളതാണ് എന്നുള്ള രീതിയിൽ കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതിനുശേഷം നമ്മുടെ ചിപ്പി എഴുന്നേറ്റ് അങ്ങോട്ട് പോയപ്പോഴത്തേനും ചോദിക്കുന്നു, അമ്മ എവിടെ? അമ്മയെ കാണുന്നില്ല, അമ്മ ഇവിടെ ഇല്ല, നൂറിലും ഇല്ല, അച്ഛനെ ഇതുവരെ അന്വേഷിച്ചില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. എനിക്ക് അമ്മയെ കാണണം, അച്ഛൻ വീണ്ടും അമ്മയോട് വഴക്കിട്ടല്ലേ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുകയാണ്. അപ്പം മഹേഷ് പറയില്ലല്ലോ, വഴക്കൊന്നും ഇട്ടില്ല എന്ന് പറയും. അപ്പോൾ പറയും, അച്ഛൻ കള്ളം പറയണ്ട, ഡാഡി കള്ളം പറയണ്ട, എൻ്റെ അമ്മ എനിക്കിപ്പോൾ കാണണമെന്ന് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇഷിത നമ്മുടെ അരുന്ധതി മാഡത്തെ ഫോൺ വിളിക്കുകയാണ്. അങ്ങനെ അരുന്ധതി മാഡത്തെ ഫോൺ വിളിക്കുന്ന സമയത്ത് അരുന്ധതി മാഡത്തോട് പറയും, ഈ കല്യാണം മുടക്കിയത് ആരാണെന്ന് എനിക്കറിയണം, എൻ്റെ ജീവിതം രണ്ട് ഇതിലാണ് ഉള്ളത്, എൻ്റെ കുടുംബജീവിതവും തകരാൻ പോവുക, ഞാനാണെന്നാണ് ഇവിടെ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അങ്ങ് പറയുകയാണ്. അപ്പോൾ അരുന്ധതി പറയും, ഇതൊന്നും ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇഷിത പറയും, ഈ ഫോൺ കട്ട് ചെയ്യരുതെന്നൊക്കെ പറയും. പക്ഷേ അരുന്ധതി കട്ട് ചെയ്യും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ സ്വപ്നവല്ലിയും രാമനാഥനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ രാമനാഥൻ പറയാണ്, അരുന്ധതി മേഡം ഈ നാട്ടിൽ നിന്ന് പോയിട്ടില്ല, അവരിവിടെ തന്നെ ഉണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇഷിതയും വിനോദും അകത്തേക്ക് കയറി വരികയാണ്. അപ്പോൾ മോൻ എന്താ വന്നതെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ പറയാം, എനിക്ക് എന്താ വരാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും. അതിനുശേഷം വിനോദ് വന്നതിന് ശേഷം മഹേഷിനെ വിളിക്കുകയാണ്, ഏട്ടാ വരാൻ പറയും. അങ്ങനെ പുള്ളിക്കാരൻ മഹേഷും വരുന്നു. അപ്പോൾ മഹേഷ് ചോദിക്കുന്നു, നീ എന്തിനാ വന്നത്? അപ്പോൾ പറയാം, എനിക്കിവിടെ വരാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുകയാണ്. അപ്പം വിനോദ് പറയാണ്, അരുന്ധതി മാഡം മോളും ഇതുവരെ പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയും. അപ്പം മഹേഷ് പറയും, ആണോ, എനിക്ക് അവരൊന്ന് കാണണം, നീ എൻ്റെ കൂടെ വരാമോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയാം, അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, അവർ ഇങ്ങോട്ട് വരുമെന്ന് പറയുകയാണ്. അപ്പോഴത്തേനും കോളിംഗ് ബെൽ അടിക്കുകയാണ്. കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ഇഷിതയോട് പോയി തുറക്കാൻ പറയും. അങ്ങനെ ഇഷിത തുറക്കുകയാണ്. അപ്പോൾ രാമനാഥൻ പറയുന്നുണ്ട്, ഇനി എല്ലാ കള്ളങ്ങളും അറിയാൻ പറ്റും എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെ അരുന്ധതിയും നമ്മുടെ അനുഗ്രഹത്തേക്ക് കയറി വരികയാണ്. അങ്ങനെ അവർ എല്ലാവരും ചേർന്നിരിക്കുന്നു, സംസാരിക്കുന്നു. അപ്പോൾ വിനോദിന് അരുന്ധതി എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നു, നീ സുചിത്രയെ ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ എന്തിനാണ്? അപ്പോൾ എനിക്ക് എൻ്റെ ഏട്ടൻ പറയുന്നത് എനിക്ക് അനുസരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. അപ്പം മഹേഷ് ചോദിക്കുന്നു, ഈ കല്യാണം ഇതാരാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അരുന്ധതി മാഡം പറയുന്നു, ഇത് തന്നെയാണ് രാവിലെ ഇഷിതയെ വിളിച്ച് എന്നോട് ചോദിച്ചതെന്ന് പറയും. അപ്പോൾ ഇഷിത പറയും, ശരിയാ, ഞാൻ വിളിച്ചിരുന്നു എന്ന് പറയും. ആ സമയത്ത് സുചിത്ര അങ്ങോട്ടേക്ക് വരികയാണ്. പിന്നീട് അരുന്ധതി മാഡം പറയുകയാണ്, എന്നെ വിളിച്ചു പറഞ്ഞത് ആകാശ് മേനോനാണെന്ന്. അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ ആകാശ് മേനോൻ എന്ന് പറയുമ്പോൾ തന്നെ പിന്നീട് ഇവർ ആലോചിക്കുന്നത് എങ്ങനെ ഇത് ആകാശ് മേനോൻ്റെ ചെവിയിലെത്തി എന്നുള്ളതാണ്. അത് കൈലാസ് വഴി തന്നെ ആവും, അത് വിനോദ് എന്തായാലും കണ്ടുപിടിക്കും. പിന്നീട് ഇഷിതയോട് സോറിയൊക്കെ പറയുന്നു. ഇഷിത നിന്നെ ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കത്തില്ല. അങ്ങനെ ഇഷിതയോട് ചേർന്ന് നിൽക്കുകയാണ് മഹേഷ്. പിന്നീട് മാധവനും ലയയും വരുന്നുണ്ട് നാളത്തെ എപ്പിസോഡിൽ. അവർ വന്നു കയറുമ്പോൾ ഇനി എന്തൊക്കെയാണെന്ന് കണ്ടറിയാം. കാരണം ലയ വന്നിരിക്കുന്നത് ഇഷിതയ്ക്ക് എതിരെയായിട്ട് ഒരു ആയുധവുമായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നീട് നമ്മുടെ ഇഷിത അറിയുന്നുണ്ട് ഇവർ വരുന്നതൊക്കെ. അങ്ങനെയാണ് എപ്പിസോഡ് കടന്നു പോകുന്നത്. പിന്നെ ആകാശ് രചനയോട് പറയുന്നു, ഈ അരുന്ധതി മേഡം വന്ന് സംസാരിച്ചതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ആ സമയത്ത് രചനയോട് പറയുന്നു, അവൻ്റെ ഭാര്യ അവൻ്റെ ഏറ്റവും അവന് ചേർന്ന് നിൽക്കുന്ന ആളാണ് അവനിതെല്ലാം ശരിയാക്കി കൊടുത്തെന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ നമ്മുടെ രചന ചോദിക്കും, ആരാ അത്? വേറെ ആരും അല്ല, അവൻ്റെ പെണ്ണ്, അവൻ്റെ ഭാര്യ, അത് ഇഷിത, ഡോക്ടർ ഇഷിത എന്ന് പറയും. അങ്ങനെയാണ് എപ്പിസോഡ് പോകുന്നത്. അപ്പം നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.